ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും കുറച്ച് സിമൻറ്റും കൊണ്ട് ഒരു അടിപൊളി തടിയുടെ മോഡലുള്ള ഒരു ഇൻഡോർ പോട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാകും, വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. കറക്റ്റ് റൗണ്ട് ഷേപ്പിലുള്ളതല്ല, ഒരു സ്ക്വയർ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് എത്ര അതിൻ്റെ പൊക്കം വേണോ ആ ഒരു പൊക്കത്തിനനുസരിച്ച് അതിൻ്റെ മുകൾഭാഗം കട്ട് ചെയ്ത് കളയുക. അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സിമൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്തതും പിന്നെ പഴയ കോട്ടൺ തുണിയും. അപ്പോൾ സിമൻറ്റും വെള്ളവും കൂടെ ഒരു മീഡിയം കട്ടിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കോട്ടൺ തുണി നമുക്ക് ആ സിമൻറ്റിലോട്ട് മുക്കിയിട്ട് നമ്മൾ ആ ബോട്ടിലിൻ്റെ ചുറ്റാതെ നല്ലവണ്ണം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് കനം കൂടുതൽ വേണമെങ്കിൽ എത്ര ലെയർ വേണം ഒട്ടിച്ചെടുക്കാം. ഒരു ലെയർ ആയിരുന്നാലും മതിയാകും, കാരണം നമുക്ക് സിമൻ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അതിൻ്റെ അടിഭാഗവും കൂടെ തുണി ചുറ്റി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു 24 മണിക്കൂറൊന്ന് ഉണങ്ങാൻ വെച്ചേക്കാം. അപ്പോൾ ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സിമൻറ്റും മണലും കൂടെ മിക്സ് ചെയ്താണ്. അപ്പോൾ സിമൻറ്റ് ഒന്നും മണൽ ഒന്നും എന്നുള്ള അളവിലെടുക്കുക. രണ്ടും തുല്യ അളവിൽ തന്നെ നമ്മൾ എടുക്കുന്ന ഒരു കപ്പിനായിരുന്നാലും ഒരു കപ്പ് സിമൻറ്റും ഒരു കപ്പ് മണലും. അപ്പം നമുക്ക് ആവശ്യത്തിന് എത്ര വേണോ അത്ര ഒരു അളവിന് എടുക്കുക. 1 എന്നുള്ള അളവിന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ബോട്ടിലിൻ്റെ ചുറ്റാതെ നല്ലവണ്ണം ആ ബോട്ടിലിൻ്റെ ഷേപ്പിനനുസരിച്ച് തന്നെ കറക്റ്റ് സ്ക്വയറായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ബോട്ടിലിൻ്റെ ചുറ്റാതെ ഒട്ടിച്ചിട്ട് നമുക്ക് അടി സൈഡിലൊരു പാസ്പോർട്ടിൻ്റെ പീസോ അല്ലെങ്കിൽ പലകയുടെ പീസോ എന്തെങ്കിലും വെച്ചിട്ട് അവിടെ കുറച്ചൊന്ന് കോരിയിടുക. കോരിയിട്ടിട്ട് നമുക്ക് ബോട്ടിലിനെ അതിൻ്റെ മുകളിലോട്ട് വെച്ച് ബാക്കിയുള്ള ഭാഗം കൂടെ അടി സൈഡും അതിൻ്റെ കോർണർ ആയിട്ട് വരുന്ന സൈഡുകളെല്ലാം നല്ലവണ്ണം തേച്ച് ലെവൽ ചെയ്തെടുക്കാം. ഇപ്പോൾ സിമെൻ്റ് എല്ലാം സ്ക്വയറായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു തെർമോക്കോളിൻ്റെ പീസ് ഉണ്ടോ അല്ലെങ്കിൽ പലകയുടെ പീസും ഉണ്ട്, നമുക്ക് അതിനെ ഒരു നിരപ്പ് വരത്തക്ക രീതിയിൽ നല്ലവണ്ണം തേച്ച് ഉരച്ചു കൊടുക്കുക. ഇപ്പോൾ സൈഡിലൊക്കെ നല്ലവണ്ണം തേച്ച് ആ എഡ്ജൊക്കെ തേച്ച് വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗവും കൂടെ ബോട്ടിലിൻ്റെ എൻഡ് ഭാഗം വരുന്ന ആ സൈഡും നല്ലവണ്ണം ഒരു വൃത്തിക്ക് തന്നെ ചെറിയ കരണ്ടി കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ കത്തി കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് തേച്ചെടുക്കുക. അപ്പോൾ അതെല്ലാം തേച്ച് കോർണറെല്ലാം തേച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിന് ഒരു 1-2 ദിവസം നല്ലോണം നനച്ചു കൊടുക്കുക. നനച്ചു കൊടുത്ത് നല്ലോണം ഉണങ്ങിയതിന് ശേഷം നമുക്കിനി ബാക്കി പണിയും കൂടെ ചെയ്യാം. അതിനുവേണ്ടി സിമൻറ്റും വെള്ളവും കൂടെ നല്ല കട്ടിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കുറച്ച് സിമൻറ്റിലൊഴിച്ച് നല്ല കട്ടി പരുവത്തിൽ സിമൻറ്റ് കുഴച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ വീതി കുറഞ്ഞ ബോട്ടിലിൻ്റെ 2 സൈഡിലും നമുക്ക് തടിയുടെ ഷേപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ 2 ഭാഗങ്ങളും വീതി കുറഞ്ഞ 2 ഭാഗങ്ങളിലും നമുക്ക് സിമൻറ്റ് തേച്ച് പിടിപ്പിച്ച് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ ഒട്ടിച്ചെടുക്കാം. കുറേശ്ശെ കൈ കൊണ്ട് 2 സൈഡും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒട്ടിച്ചു കൊടുത്ത് അതിന് റൗണ്ട് ഷേപ്പിൽ തന്നെ
മറുപുറത്തും വരത്തക്ക രീതിയിൽ മറുപുറത്ത് ഒരു ശകലം ഇങ്ങോട്ട് വന്നാൽ മതി. നമുക്ക് ചെടിയുടെ പുറത്തെ സൈഡിലെ പട്ടയുടെ ഒരു ആകൃതി കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ എൻഡ് ഭാഗങ്ങൾ ചെറുതായിട്ട് വളച്ച് തിരിച്ചും ഒരു പ്രത്യേക ഷേപ്പൊന്നും വേണ്ട, ഒന്ന് വളച്ചൊക്കെ കൊടുത്ത് നമുക്ക് ചെറിയ കരണ്ടി ഉപയോഗിച്ച് അതിനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ സൈഡ് ഒന്ന് വെള്ളം തൊട്ട് വിരൽ കൊണ്ട് തന്നെ അതിനൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അടുത്ത് തടിയുടെ പുറത്തുള്ള വരകളൊക്കെ കൊടുക്കാനുള്ളതാണ്. അതിനുവേണ്ടി ചെറിയ കത്തിയോ അല്ലെങ്കിൽ മുനയുള്ള കരണ്ടിയോ മറ്റെന്തെങ്കിലും കൊണ്ട് ചെറുതായിട്ട് കുഴിച്ച് വരച്ചു കൊടുക്കുക. അപ്പോൾ വരച്ചു കൊടുക്കുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് വരച്ചു കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ തടിയുടെയൊക്കെ പുറത്തുള്ള ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ. എല്ലാ വരകളും ഒരേ ആകൃതിയിലിടാതെ ചിലത് വലുതും ചിലത് ചെറുതും എന്നുള്ള രീതിയിലിടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ആ രണ്ട് എൻഡ് ഭാഗത്തും ചെറിയൊരു വരയും കൂടെ ഇട്ട് കൊടുക്കാം. ആ തൊലിയുടെ ഭാഗങ്ങൾ വന്ന് തീരുന്ന ആ എൻഡ് ഭാഗത്ത്. അപ്പോൾ ഇതിനൊക്കെ വരകൾ ആ 4 സൈഡിൽ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സിമൻറ്റ് നമുക്ക് ചെറിയതായിട്ട് ഒന്ന് ലൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അടി സൈഡും കൂടെ ചെറിയൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ബാക്കിയുള്ളതെല്ലാം കൂടെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ തേച്ച് പിടിപ്പിച്ച് അതിനെ നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് 220 പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ അടി സൈഡിൽ സിമൻറ്റ് തേച്ച് പിടിപ്പിച്ച് ചെറുതായിട്ടൊന്ന് തടുപ്പൊക്കെ ഉണ്ടെങ്കിൽ പേപ്പർ പിടിച്ച് കളയാം. ഇപ്പോൾ പേപ്പറെല്ലാം ഇട്ട് തീർന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് കളർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കളർ കൊടുക്കുക എടുത്തിരിക്കുന്ന എല്ലാ പെയിൻറ്റും ആക്രിലിക്കിൻ്റെ കളർ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് കോട്ട് ആക്രിലിക്കിൻ്റെ ബ്ലാക്കാണ് ബ്രഷ് ചെയ്യുന്നത്. അപ്പം അത് 2 സൈഡിലും നമുക്ക് ആ തൊലിയുടെ ഭാഗങ്ങൾ വരുന്ന ആ 2 സൈഡ് മാത്രമേ ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് അടിക്കുന്നുള്ളൂ. അപ്പോൾ അത് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ആക്രിലിക്കിൻ്റെ വൈറ്റ് ഉപയോഗിച്ച് നമുക്ക് അതിനകത്തെ സൈഡ് തടിയുടെ ഭാഗം വരുന്ന അതിനകത്ത് വൈറ്റ് ഒരു കോട്ട് ടച്ച് ചെയ്ത് കൊടുക്കുക. അത് 2 സൈഡിലും ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ബാൻഡ് സീന എന്ന് പറയുന്ന ആക്രിലിക് കളറാണ്. അപ്പോൾ ബ്രൗൺ അല്ല, ബാൻഡ് സീന പ്രത്യേക കളറുണ്ട്. അപ്പോൾ അതാണ് തൊലിയുടെ ഭാഗത്തിൻ്റെ ആ എൻഡ് ഭാഗത്തൊക്കെ കൊടുക്കുന്നത്. ഇനി അടുത്ത ആക്രിലിക്കിൻ്റെ വൈറ്റും ബാൻഡ് സീനയും കൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് തടിയുടെ അകത്തെ സൈഡിൽ സ്പോഞ്ച് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അകത്തെ തടിയുടെ അതേ ഡിസൈൻ കിട്ടാൻ നല്ല സ്പോഞ്ച് ഉപയോഗിച്ച് ചെയ്തപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇനി മുകളിൽ സൈഡിലും കൂടെ അതേ കളർ തന്നെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം നമുക്ക് തടിയുടെ ഡിസൈനിൽ അകത്തെ സൈഡിൽ 2 സൈഡിലും ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ തൊലിയുടെ ഭാഗത്ത് ചെറുതായിട്ട് ആ ബാൻസീന ഉപയോഗിച്ച് തന്നെ നല്ല ബ്രഷിൽ ടച്ച് ചെയ്ത് ഒന്ന് ഓട്ടിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി ആ തൊലിയുടെ ഭാഗത്തൊക്കെ. അത് അവിടെ വിട്ട് ഒന്ന് ചെയ്ത് കൊടുത്താൽ ആ തടിയുടെ പുറത്തുള്ള കറക്റ്റ് ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അത് നിറച്ച് അടിച്ചു കൊടുക്കാൻ ശ്രമിക്കരുത്, ഓട്ടിച്ച് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ ബ്രൗൺ ആണ്. ബ്രൗണ് ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് സ്പോഞ്ച് ഉപയോഗിച്ച് തന്നെ അതിനൊന്ന് വലിച്ച് അങ്ങ് വിടുക. കട്ടിക്കിരിക്കാതെ നല്ലവണ്ണം ഓട്ടിച്ചൊന്ന് വലിച്ചങ്ങ് വിടപ്പോഴ ആ തടിയുടെ അകത്തുള്ള ഡിസൈനൊക്കെ പെട്ടെന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് ആക്രിലിക്കിൻ്റെ ലൈറ്റ് യെല്ലോ ഉപയോഗിച്ച് ഓട്ടിച്ച് നമുക്ക് ആ തൊലിഭാഗങ്ങളും കൂടെ ഓട്ടിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ കളറെല്ലാം കൊടുത്ത് കഴിഞ്ഞു. ഇപ്പം നമ്മുടെ പോട്ട് കാണാൻ നല്ല ലുക്കായിട്ടുണ്ട് തടിയുടെയൊക്കെ. ഇനി അവസാനം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലിയർ വാർണിഷാണ്. അപ്പം ക്ലിയർ വാർണിഷും കൂടെ ഒരു കോട്ട് ഒന്ന് അടിച്ചു കൊടുക്കുമ്പം കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ ആ തടിയുടെ ഒറിജിനാലിറ്റിയൊക്കെ കിട്ടും.
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.